ലോകം അസമാധാനത്തിലും അസംതൃപ്തിയിലും കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും മാറാവ്യാധികളിലും പെട്ട് അലയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടവിടെ ഭൂകമ്പങ്ങൾ, രോഗങ്ങൾ, അഗ്നിബാധകൾ, മാറാവ്യാധികൾ എന്ന് വേണ്ട, നാം ചിന്തിക്കുന്നതിനേക്കാൾ വിചാരപ്പെടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി ലോക മനുഷ്യരിൽ അലട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ ജയകരമായ ഒരു ജീവിതത്തിന് നാം എന്താണ് ചെയ്യേണ്ടുന്നത്? നാം അധിവസിക്കുന്ന നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും വരുത്തുവാൻ ആർക്ക് കഴിയും? അതെ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അതെ, ദൈവനാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരാകുക, മാത്രമല്ല ദൈവമുഖം അന്വേഷിക്കുന്നവരാകുക. പിന്നെയും ദുർമാർഗങ്ങൾ, പാപ സ്വഭാവങ്ങൾ, ദൈവവചനത്തിനും ദൈവചിന്തയ്ക്കും ചേരാത്ത കാര്യങ്ങൾ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ അനുതപിക്കുന്ന സ്വഭാവമുള്ളവരായി മാറുമ്പോൾ ഞാൻ ദേശത്തെ അനുഗ്രഹിക്കും. പിന്നെയും കുറച്ചുകൂടെ വിശാലമായിട്ട് എൻ്റെ ചിന്തയിൽ ഞാൻ പറയുകയാണെങ്കിൽ രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിക്കും. താഴെ തട്ടിലേക്ക് നാം ചിന്തിക്കുമ്പോൾ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും, വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മളെ തന്നെ താഴ്ത്താതിരിക്കുക, ദൈവമുഖം അന്വേഷിക്കാതിരിക്കുക, ദുർമാർഗങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുക. ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതിലെല്ലാം ഉപരിയായി നമ്മളുടെ പാപങ്ങൾ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, നാം പാപിയായി ജീവിക്കുവാൻ. മറിച്ച് നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നവരായിത്തീരണം. അതിന് നാം എന്താണ് ചെയ്യേണ്ടുന്നത്? നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിത്തീരണം. അതുപോലെ തന്നെ ദൈവവചനം അനുസരിക്കുവാൻ മനസ്സും മനോവിനയവുമുള്ളവരായിത്തീരണം. അതിനുവേണ്ടിയുള്ള വാഞ്ച നമ്മളിൽ ഉണ്ടാകണം. പിന്നെയും നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്, ദൈവത്തെ അറിഞ്ഞ ജനം ദൈവമാരെന്നറിഞ്ഞ് ആരാധിക്കാൻ തയ്യാറാകണം. ലോകത്തിലുള്ളതൊക്കെയും താൽക്കാലികമാണെന്നും അത് നശ്വരമാണെന്നും അത് ക്ഷണികമാണെന്നും ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂവിന് സമാനമാണെന്നും തിരിച്ചറിഞ്ഞ് ലോകത്തിലുള്ളതിനോട് ബൈ ബൈ പറയുവാൻ നാം തയ്യാറാകണം. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മെ സ്വാധീനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാനും ഇടവരരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദൈവഹിതത്തിനായി സമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. മാറാവ്യാധികളെയും രോഗങ്ങളെയും ദൈവം സൗഖ്യമാക്കും.